الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لا حول ولا قوة إلا بالله مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സ്നേഹിതങ്ങളായ രക്ഷിതാക്കളെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരെ, മാനവ സമൂഹം ശാസ്ത്ര പുരോഗതിയിൽ കണ്ണുമണ്ണൊളിച്ച് നാൽക്കാലികളെ പോലും നാണിപ്പിക്കും വിധം കുത്തയിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സൈബർ യുഗവും മാറുന്ന മനസ്സും എന്ന വിഷയത്തിൽ നിങ്ങളുമായി സംവദിക്കുവാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നത്. വിവര സാങ്കേതിക വിദ്യ കൊണ്ട് ലോകത്തെ ഒരു കൈക്കുമ്പിളിൽ ഒതുക്കിയ നാം യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യം മറന്ന പ്രവർത്തികളാണ് കാഴ്ചവെക്കുന്നത്. മുലകുടിക്കുന്ന പിഞ്ചുകുഞ്ഞു മുതൽ തലനരച്ച് പല്ലുപോയ പടുകിളവന്മാർ വരെ ടാബും ഐഫോണും ലാപ്പുമായി ജീവിക്കുമ്പോൾ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ സകല അതിർവരമ്പുകളും ഭേദിച്ച് മുന്നേറുന്നു. അതെ, തന്റെ സ്വന്തം മക്കളെ പോലും തന്നെ കാമ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും പണത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്യുന്ന 6ാം നൂറ്റാണ്ടുകാരെ പോലും നാണിപ്പിക്കുന്ന ആധുനികർ. അതെ, ഏതെങ്കിലും ഒരു മിസ്കോളിലോ ഹായ് എന്ന കമന്റിലോ തുടങ്ങി അവസാനം തന്റെ നൊന്ത് പ്രസവിച്ച മാതാവിനെയും 10-18 വയസ്സ് വരെ നോക്കി വളർത്തിയ പിതാവിനെയും തന്റെ കൂടപ്പിറപ്പുകളെയും കണ്ണീരിലാഴ്ത്തി കാമുകന്റെ കൂടെ ഒളിച്ചോടി എല്ലാം നഷ്ടപ്പെട്ട് അവസാനമെല്ലാം നഷ്ടപ്പെട്ട് ഒരു തുണ്ടു കയറിലോ റെയിൽ പാളത്തിലോ തന്റെ ജീവൻ നശിപ്പിക്കുന്ന സഹോദരിമാർ, നടു റോഡിലും മറ്റും അപകടത്തിൽപ്പെട്ട് പിടയുന്ന തന്റെ കൂടപ്പിറപ്പിനെ രക്ഷിക്കുന്നതിന് പകരം സെൽഫി എടുത്ത് ചാറ്റ് ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന വിവേകമില്ലാത്ത ചെറുപ്പക്കാർ. ഇങ്ങനെ നീളുന്നു സൈബർ യുഗത്തിലെ മാനവ ചിത്രം. അതെ, ഈ ദുരന്തത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുത്തും വായനയും വലിയ പുരോഗതിയായി കണക്കാക്കപ്പെട്ടിരുന്ന കാലത്തെ ഖുർആന്റെ അവതരണ കാലത്തെ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന ഖുർആന്റെ ആരംഭം അത് മനുഷ്യനെത്ര പുരോഗതി നേടിയാലും, അത് മനുഷ്യനെത്ര ഉയരങ്ങളിലെത്തിയാലും, അവനെത്ര ഉന്നതിയിലെത്തിയാലും അതവനെ സൃഷ്ടിച്ച നാഥന്റെ കൽപ്പനയെ മാനിച്ചായിരിക്കണമെന്ന അടിസ്ഥാന ബോധം തന്നെയാണ് നമ്മെ രക്ഷിക്കുക. അതായത് ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ അധാർമികതയിലേക്ക് കണ്ടുപോകുമ്പോൾ അവനെ ധാർമ്മികതയിലേക്ക് നയിച്ചതാരാ? അതെ, അത് ഇലാഹി സ്മരണ തന്നെയാ. അതായിരുന്നു അമ്പിയാക്കളും മൗലിയാക്കളും ഇവിടെ നിർവഹിച്ചതൊക്കെ. ഇതിനെല്ലാം പുറമെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും സമയം കളയുന്ന സഹോദര, നിന്റെ ശ്രദ്ധ
വിശ്വപ്രസിദ്ധ പണ്ഡിതൻ ഉജ്ജത്തുൽ ഇസ്ലാം ഗസാലി ഇമാം തന്റെ ശിഷ്യന് നൽകിയ ഒരു ഉപദേശത്തിലേക്ക് ക്ഷണിക്കുന്നു. തന്നെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞ് തന്റെ ഗുരുവിന് കത്തെഴുതിയ പ്രിയ ശിഷ്യനോട് ഇമാം പറയുന്നതെന്താ? അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് അവൻ അനാവശ്യമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുക എന്നത്. അതിനാൽ സഹോദരന്മാരെ, നാം അല്ലാഹുവിന്റെ കോപത്തെയല്ല തൃപ്തിയാണ് നേടേണ്ടത്. അതിനാൽ സൈബർ യുഗത്തിൽ മാറിയ നമ്മുടെ മനസ്സിനെ തിരിച്ചു നടത്തുക, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് പൂർവ്വസൂരികളുടെ പാതയിലൂടെ. അർഹമുറഹിമായ രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹ് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുവര്യന്മാരെയും നിന്റെ ഹൃദയകരസ്ഥമാക്കവരെപ്പെടുത്തണേ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.